അപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു രണ്ട് ഫോട്ടോ ആണ് ശിവശക്തിയാണ്, ശിവഭഗവാനും പാർവതി ദേവിയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോട്ടോകളാണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ഫസ്റ്റ് പയലും റൈറ്റ് സൈഡിലുള്ളത് സെക്കൻഡ് പയലുമാണ്. ഓക്കെ, അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്, നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത്, ആ ഒരു പയല് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ വായന. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് മനസ്സ് നല്ല രീതിയിൽ ശാന്തമാക്കിയിട്ട് ഇത് തിരഞ്ഞെടുക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വായന. അപ്പോൾ സുഹൃത്തുക്കളെ, ആദ്യത്തെ പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ വായനയാണ്. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി പൂർണ്ണ മനസ്സോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ വായന. നമുക്കിവിടെ ലഭിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഊർജങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രണയബന്ധത്തെ ഏറ്റവും കൂടുതൽ തകർക്കാനായി ശ്രമിച്ചതാരാണോ, അതായത് തേർഡ് പാർട്ടി, മൂന്നാമത്തെ വ്യക്തി, അതാരാണോ ആ വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. ആ വ്യക്തി എങ്ങനെയുള്ള ആളാണ്, അതായത് തേർഡ് പാർട്ടി എങ്ങനെയുള്ള ആളാണ്, തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു, തേർഡ് പാർട്ടി എത്രത്തോളം നീചമായ വ്യക്തിയാണ്, അവരുടെ ദുരുദ്ദേശം എന്തായിരുന്നു, അവർ എങ്ങനെയൊക്കെയാണ് നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ വ്യക്തി അന്വേഷിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ നിങ്ങൾ തമ്മിൽ കാര്യമായ സംസാരമൊന്നുമില്ല. മെസ്സേജ് ആയിക്കോട്ടെ, കോൾ ആയിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ തമ്മിൽ അങ്ങനെ വളരെ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമല്ല, കുറച്ച് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അതൊരിക്കലും ഈ വ്യക്തിക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ആളുകളെ ഈ വ്യക്തിക്ക് കൈയോടെ പൊക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് കൈയോടെ പിടികൂടണം. ആ ഒരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഈ ഒരു തീരുമാനത്തിൽ നിന്നും നിങ്ങളുടെ വ്യക്തി പിന്മാറില്ല. കാരണം നമുക്ക് നൈറ്റ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ കാർഡായിട്ട്. തീർച്ചയായിട്ടും ഇതൊരു വേഗത നിറഞ്ഞ ഊർജത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഊർജം എന്ന് പറയുന്നത് സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഊർജമായിരുന്നു, അതായത് പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഊർജമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ നിങ്ങളുമായി ഒരു ആഴമേറിയ സ്നേഹത്തിലേക്ക് വരാനോ ഈ വ്യക്തിക്ക് സാധ്യമല്ലായിരുന്നു. കാരണം ഇവിടെ മൂന്നാമതൊരു വ്യക്തി ചില മോശപ്പെട്ട രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ മയക്കിയെടുത്തു, അല്ലെങ്കിൽ അവരുടെ വരുതിയിലാക്കിയെടുത്തു. അതിൻ്റെയൊരു അനന്തര ഫലമായിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഇവിടെ പലതരത്തിലുള്ള മോശക്കേടുകളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു. ആരാണ് തെറ്റായ വ്യക്തി, ആരാണ് ശരിയായ വ്യക്തി എന്നുള്ള സത്യത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്നു, തിരിച്ചറിയുന്നു. തീർച്ചയായിട്ടും ഇത് നല്ലൊരു സൂചനയാണ് കാണിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ
തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ വേഗത നിറഞ്ഞ എനർജി കിട്ടിയെങ്കിൽ പോലും നമുക്ക് ഒരു ശാന്തമായിട്ടുള്ള എനർജിയിലാണ് ഇത് അവസാനിച്ചേക്കുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇവിടെ സമാധാനപരമായിട്ട് നിൽക്കുന്ന കുതിരയെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഉടനെ ചാടിയോടി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇനി ഒരു തിരിച്ചുവരവ് ഈ വ്യക്തിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100 തവണ ആലോചിച്ചും ചിന്തിച്ചും മനസ്സിലാക്കിയതിനും ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയുള്ളൂ. അത് സാധാരണ രീതിയിലുള്ള തിരിച്ചുവരവല്ല. തീർച്ചയായിട്ടും നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഉറച്ച മനസ്സോടു കൂടിയായിരിക്കും ഈ വ്യക്തിയുടെ തിരിച്ചുവരവ്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. കാരണം തിരിച്ചു വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയുടെ പരാജയവുമാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി പരാജയപ്പെട്ടു, നിങ്ങൾ വിജയിച്ചു എന്നുള്ള സന്ദേശമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ ശിവപാർവതിയുടെ ഫോട്ടോ പയൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ പൂർണ്ണ മനസ്സോടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത്, ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സന്തോഷവതികളായ സ്ത്രീകളാണ്. നിങ്ങളുടെ മുഖം എന്ന് പറയുന്നത് വളരെയധികം ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു സ്ത്രീകളാണ്. ഒരു ദൈവിക ചൈതന്യമൊക്കെയുള്ള വളരെ അട്രാക്റ്റീവായിട്ടുള്ള മുഖസ്തുതിയുള്ള സൗന്ദര്യമുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കണ്ണ് നിങ്ങളുടെ നേർക്കുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇവിടെ അമിതമായിട്ട് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ്. അതായത് പൈസ, കാശ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും നിങ്ങളുടെ വ്യക്തി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു കോടീശ്വരനാകാനാണ് ആഗ്രഹിക്കുന്നത്. കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അതായത് പൈസയുടെ നടുവിലിരിക്കുന്ന വലിയൊരു കോടീശ്വരൻ അല്ലെങ്കിൽ ലക്ഷപ്രഭു. അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി പലതരത്തിലുള്ള പദ്ധതികളും തന്ത്രങ്ങളും ഈ വ്യക്തി ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ആത്മാർത്ഥമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്, കള്ളത്തരമൊന്നുമല്ല. വളരെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ആണ്. ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വേറെ ജോലികളും ചെയ്യുന്നുണ്ടാകാം. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി. അതിന് നമുക്ക് ഈ വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ. കാരണം തീർച്ചയായിട്ടും അത് നല്ലൊരു മനസ്സുള്ള വ്യക്തി തന്നെയാണ്. കാരണം ആരുടെയും മുന്നിൽ കൈ നീട്ടാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഈ വ്യക്തി നിങ്ങളെയും വേണം. ഈ വ്യക്തിക്ക് പൈസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ജീവിക്കണമെങ്കിൽ കാശ് വേണം എന്നുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനോഭാവത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കും നല്ലൊരു ജോലിയും വരുമാനവും ഒക്കെ ഉണ്ടാകാം. അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടാനോ അല്ലെങ്കിൽ രണ്ടു പേർക്കും കൂടെ നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് ജീവിച്ചു പോകാനാണ് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത്. അത് വളരെ നല്ല തീരുമാനം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ വ്യക്തി ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് കുറച്ച് അകൽച്ചയിൽ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിസിനസ്സും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധ്യമല്ല. ഈ വ്യക്തിക്ക് അതിന് സാധിക്കില്ല. ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ടുള്ള കഴിവ് ഈ വ്യക്തിക്കില്ല. പ്രണയിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം പ്രണയത്തിലേക്കും ബിസിനസ്സിലേക്ക് തിരിഞ്ഞാൽ അങ്ങേയറ്റം ബിസിനസ്സിലേക്കും പോകുന്ന ഒരു വ്യക്തിയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ചെറിയ രീതിയിലെങ്കിലും ഈ വ്യക്തി അകൽച്ച പാലിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് പൂർണ്ണ മനസ്സോടെ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം നമുക്കിവിടെ കാണുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ വലുത് പൈസയാണ്. ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, അതാണ് ഈ വ്യക്തി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി അകൽച്ച പാലിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി ചെയ്യുന്നത് മണ്ടത്തരവുമാണ്. കാരണം രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതും ഒരു വിജയകരമായിട്ടുള്ള ഒരു സ്വഭാവമാണ്, ഒരു കഴിവാണത്. രണ്ടും ഒരേ ത്രാസിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന കാര്യവുമല്ല. അതുപോലെ തന്നെയാണ് ഈ വ്യക്തി കുറച്ചും കൂടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. അതിനാൽ ഈ വ്യക്തി ഇപ്പോൾ പൈസക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ള തീരുമാനത്തിലാണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സിന്റെ സന്ദേശം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.